ഇന്ത്യ അവസാനമായി ഇറക്കുമതി ചെയ്യുന്ന INS ചമൽ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ റഷ്യയിൽ ഈ ജൂലൈ 1-ാം തീയതി നീറ്റിലിറങ്ങാൻ പോവുകയാണ്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണ കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും അത്യന്താധുനികമായ യുദ്ധക്കപ്പൽ. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇനി യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ പൂർണ്ണമായും നിർത്താൻ പോവുകയാണ്. ആഴക്കടലിൽ നിന്നുള്ള സൈനിക ശക്തി സൈനിക നീക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് INS ചമൽ നമ്മൾ നിർമ്മിച്ചത്. അപ്പോൾ കടലിൽ നിന്നും കരയിൽ നിന്നുമുള്ള ആക്രമണങ്ങളെ ഭീഷണികളെയൊക്കെ തന്നെ നേരിടാൻ കഴിയുന്ന ഈ യുദ്ധക്കപ്പൽ റഷ്യയിലെ ഒരു തീരദേശ നഗരമായ കലിനിൻഗ്രാഡിലെ യാന്തർ തുറമുഖത്താണ് നിർമ്മിച്ചത്. അവിടെ നിന്നാണ് നീറ്റിലേക്ക് ഇറക്കുന്നത്. ഈ നീറ്റിലേക്ക് ഇറങ്ങുന്ന ചടങ്ങിലേക്ക് ഇന്ത്യയുടെ ഈ നേവിയുടെ ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഫ്ലാഗ് ഓഫീസർ എന്നറിയപ്പെടുന്ന കമാൻഡർ ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് സിംഗ് ആണ് അധ്യക്ഷത വഹിക്കാൻ പോകുന്നത്. റഷ്യയിലെയും ഇന്ത്യയിലെയും തന്നെ സാങ്കേതിക വിദഗ്ധർ, നേവിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം റഷ്യയുടെ 8ാമത്തെ ക്രിവ ക്ലാസ് യുദ്ധക്കപ്പൽ എന്നാണ് ഈ INS ചമലിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം റഷ്യൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ സാങ്കേതിക വിദ്യയും കൂടെ സമന്വയിപ്പിച്ചാണ് ഈ യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി 26% തദ്ദേശീയമായ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള സഹകരിച്ച് INS തുഷീൽ ക്ലാസ്സിലെ 2ാമത്തെ കപ്പലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ ഇപ്പം ഇത് വരുന്നതോടുകൂടി 4 ക്ലാസ്സിലായിട്ട് 10 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നേവിയുടെ ശേഖരത്തിലേക്ക് വരും. ഈ യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ, അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്മാർ, അതുപോലെ ഈ നേവിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം തന്നെ റഷ്യയിലേക്ക് പോയിരുന്നു. റഷ്യയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ, അതുപോലെ തന്നെ കലിനിൻഗ്രാഡിൽ ഇവിടങ്ങളിലെ കഠിനമായ ശൈത്യത്തിൽ വലിയ രീതിയിലുള്ള പരിശീലനം ഏതാണ്ട് 3 മാസത്തോളം നടത്തി. അപ്പം കരയിലും കടലിലുമുള്ള പരിശീലനം, INS ചമലിൻ്റെ കടൽ പരീക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തീകരിച്ചു. അങ്ങനെയാണ് 125 മീറ്റർ നീളവും 3600 ടൺ ഭാരവുമൊക്കെ വഹിക്കാൻ കഴിയുന്ന ഈ INS ചമലിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ ഭീഷണികൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ ചൈനയിലെ യുവാൻ ക്ലാസ് അന്തർവാഹിനികളുടെ ഒക്കെ മേടിച്ചുകൊണ്ട് അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു. അവിടേക്കാണ് നമ്മൾ INS ചമലിനെ അവതരിപ്പിക്കുന്നത്. കൂടാതെ ബ്രഹ്മോസ് എയറോസ്പേസിൽ നിന്നുള്ള 26% ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ അതിന് ഉപയോഗിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ അത് ഏതാണ്ട് 8 എണ്ണം വരെ വഹിക്കാൻ ഇതിന് കപ്പാസിറ്റി ഉണ്ട്. കൂടാതെ റോക്കറ്റുകൾ, അതുപോലെ തന്നെ സർഫസ് ടു എയർ മിസൈല്, 100 mm ഗണ്ണ്, തദ്ദേശീയമായ സാങ്കേതികവിദ്യ ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോൾ റഷ്യ ഇന്ത്യക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണോ ഇതെന്ന് പോലും തോന്നിപ്പോവും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് യുദ്ധക്കപ്പലുകൾ ഇനി ഇറക്കുമതി ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചത്? ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം നമ്മൾ ഏതാണ്ട് $2.5 ബില്യൺ മുടക്കി 2016 ഒപ്പുവെച്ച ഒരു കരാറാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഈ ശ്രേണിയിൽപ്പെട്ട മറ്റൊരു കപ്പൽ നിർമ്മാണം പൂർത്തീകരിച്ചു. മറ്റൊന്ന് നേരത്തെ തരേണ്ടതായിരുന്നു. പക്ഷേ COVID-19 വന്നു. അതിനുശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വന്നു. അവർക്ക് നേരെ ഉപരോധങ്ങളുണ്ടായി. അങ്ങനെ സ്വാഭാവികമായും ഇതിൻ്റെ നിർമ്മാണത്തിൽ കുറേ കാലതാമസമൊക്കെ ഉണ്ടായി. ഇനി അത്തരം കാലതാമസമൊന്നും വേണ്ട. റഷ്യൻ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. എന്നിട്ട് നമ്മുടേതായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ യുദ്ധക്കപ്പലുകളൊക്കെ നിർമ്മിക്കാം. ഇതാണ് നമ്മളുടെ തീരുമാനം. അപ്പം മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ നമ്മൾ വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചു. നമ്മളുടെ ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ എത്രത്തോളം സഹായകരമായെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കുശ പോലെയുള്ള പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഒരുപക്ഷെ S-500 പോലും കിടപിടിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1.2 ലക്ഷം കോടി രൂപ ചെലവിൽ കപ്പലുകളും യുദ്ധക്കപ്പലുകളും ഒക്കെ നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ 11 വർഷമായി രാജ്യം ഭരിക്കുന്ന NDA സർക്കാർ പ്രതിരോധ മേഖലയിലും സൈനിക മേഖലയിലുമൊക്കെ വരുത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഉദാഹരണം മതി. നമ്മൾ 9 ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ, 7 നെക്സ്റ്റ് ജനറേഷൻ ഫ്രിഗേറ്റുകൾ, 8 ആൻറ്റി സബ്മറൈനുകൾ ഇവ ഉൾപ്പെടെ 31 എണ്ണം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂടാതെ നമ്മുടെ ഈ അധിക ക്ലാസ് ഫ്രിഗേറ്റുകളായ INS ട്രിബുട്ട്, INS തവസ്യ എന്നിവയുടെ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഈ 26% എന്നുള്ളത് 60%ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. അപ്പം
തദ്ദേശീയമായിട്ടുള്ള ഉപകരണങ്ങൾ കൂടി ഉൾപ്പെടുത്തി നമ്മളിത് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് എന്നിവയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ വലിയ പ്രോത്സാഹനം നൽകുന്നു എന്നാണ് അർത്ഥം. അപ്പം ചൈനയുടെ ഭാഗത്തു നിന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ സമുദ്രമേഖലയിൽ വീണ്ടും വീണ്ടും ഭീഷണി ഉണ്ടായാൽ ആ ഭീഷണിയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. അതാണ് ഈ INS ടമൽ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൻ്റെ നിർമ്മാണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ റഷ്യൻ നിർമ്മിത ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് എന്നാണ് ഈ INS ടമലിനെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫ്ലാഗ് ഓഫീസർ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ കലിൻഗ്രാഡിൽ നിലയുറപ്പിച്ച യുദ്ധക്കപ്പലിൻ്റെ മേൽനോട്ടത്തിനായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സംഘവും അവിടേക്ക് എത്തി. മാത്രമല്ല 250 അംഗ സംഘത്തിന് പ്രത്യേക പരിശീലനം നൽകി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ റഷ്യയും ഇന്ത്യയുമായിട്ട് 2 പതിറ്റാണ്ടിലധികമായിട്ട് ഇത്തരത്തിൽ യുദ്ധക്കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സഹകരണങ്ങളൊക്കെ വെച്ചു പുലർത്തുന്നുണ്ട്. ഇപ്പം വളരെ ഉയർന്ന ടൺ ഫയർ, അതുപോലെ തന്നെ 30 നോട്ടിക്കൽ മൈൽ കൂടുതൽ വേഗത, ഇതൊക്കെയാണ് INS ടമലിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പം ഈ ഭീമൻ യുദ്ധക്കപ്പൽ ഇന്ത്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഭീഷണി ഉണ്ടായതുകൊണ്ടല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന അവസാനത്തെ ഒരു യുദ്ധക്കപ്പൽ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അപ്പോൾ തദ്ദേശീയമായ ആയുധ ഉപകരണങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ യുദ്ധക്കപ്പൽ നിർമ്മിച്ചാൽ ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളും ഇവിടെ നിന്ന് യുദ്ധക്കപ്പലുകൾ വാങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കാലം നമ്മളെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഈ INS ടമൽ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ്റെ വാൾ എന്ന അർത്ഥത്തിലാണ് ഈ ടമൽ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ നേവിക്ക് 4 ക്ലാസ്സുകളിലായിട്ട് 10 വ്യത്യസ്ത യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കും. ഈ യുദ്ധക്കപ്പലിൽ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ഇത്തരത്തിലുള്ള യുദ്ധക്കപ്പലുകളുമായിട്ട് വരുന്നതോടുകൂടി നമ്മൾ റഷ്യയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുമോ? ഇതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അങ്ങനെയല്ല. കാരണം റഷ്യയുടെ ഡിസൈൻ അവിടെ അതുപോലെ നിലനിർത്തുന്നു. ഒപ്പം ഇന്ത്യൻ ടെക്നീഷ്യൻസിൻ്റെ, ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥരുടെയൊക്കെ സാങ്കേതിക വിദ്യ ഇതുമായിട്ട് സമന്വയിപ്പിക്കുന്നു. അപ്പം വിദേശ സാങ്കേതിക വിദ്യയും നമ്മുടെ സാങ്കേതിക വിദ്യയും കൂടെ സമന്വയിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായ അല്ലെങ്കിൽ മുൻ ശ്രേണിയിൽപ്പെട്ട യുദ്ധക്കപ്പലുകളെക്കാൾ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിനകത്ത് ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതെല്ലാം തന്നെ ഈ തുഷീൽ ക്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ തന്നെ ഈ INS ത്രിബിൾ ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം നമ്മുടെ നാട്ടിൽ പുരോഗമിക്കുന്നു. അതായത് ഗോവൻ ഷിപ്പ്യാർഡിലാണ് ഇവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. എന്തായാലും റഷ്യയിലെയും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെയും കലിനിൻഗ്രാഡിലെയും ഒക്കെ അതികഠിനമായ ശൈത്യം, ആ ശൈത്യമുള്ള കാലാവസ്ഥയെ മറികടന്നുകൊണ്ടുള്ള പരിശീലന പരിപാടികൾ അതെല്ലാം തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നീട് കടലിലുള്ള INS ടമലിൻ്റെ പരീക്ഷണം ഉണ്ടാകണം, അതും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൂടി പൂർത്തിയാക്കിയപ്പോൾ ലോകത്തെ മികച്ച നേവി അല്ലെങ്കിൽ നാവിക സംഘത്തിലൊന്നായിട്ട് ഇന്ത്യ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ലോകത്തെ ഓരോ രാജ്യത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത് നേവിയുടെ ശക്തി കൂടിയാണ്. കടൽ ഭരിക്കുന്നവൻ കരയും അടക്കി വാഴുമെന്ന് പറയുന്നത് പോലെ ഇന്ത്യക്ക് കിട്ടുന്ന INS ടമലിലൂടെ നമ്മളുടെ നാവികസേനയുടെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജൂലൈ 1 INS ടമൽ നീറ്റിലേക്ക് ഇറങ്ങും. അതോടുകൂടി ഇന്ത്യൻ നാവിക ശക്തി ലോകത്തിന് മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന രീതി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വളരെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. അപ്പം കഴിഞ്ഞ 10-25 വർഷമായി സുസ്ഥിരതയാർന്ന ഗവൺമെൻറ്റുകൾ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വികസന നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി വിദേശ രാജ്യങ്ങളിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന യുദ്ധക്കപ്പലുകളുടെ ആ പരിപാടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി തദ്ദേശീയമായിട്ടായിരിക്കും നമ്മൾ യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടെ നിർമ്മിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.